ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇറ്റ്സ് മീ അശ്വിനി. അപ്പം ഞങ്ങളുടെ ക്ലാസ് കഴിയുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സെൻഡ് ഓഫ് ആണ്. അപ്പം ഞങ്ങൾ സെൻഡ് ഓഫിനെ ക്ലാസ്സിൽ ആഘോഷിക്കേണ്ടെന്ന് വിചാരിച്ചു. ഇന്ന് പുറത്ത് പോയി ആഘോഷിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് നമ്മൾ വന്നേക്കണത്. കൂടെ നമ്മുടെ 3 മിസ്സുമാരും ഉണ്ട്. അപ്പോൾ സെൻഡ് ഓഫ് നമുക്ക് എത്രത്തോളം ഭംഗിയാക്കാം അത്രത്തോളം ഭംഗിയാക്കിയിട്ടാണ് നമ്മളിവിടെ നിന്ന് പോകുള്ളൂ. ഇവിടെ ബീച്ച് ഫെസ്റ്റ് നടക്കുകയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ പകലായ കാരണം പ്രത്യേകിച്ച് അങ്ങനെയൊന്നും കാണാനൊന്നുമില്ല. നൈറ്റാണ് പ്രോഗ്രാമുകളെല്ലാം. എന്നാലും നമുക്ക് നോക്കാം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ കൂടുതൽ വീഡിയോ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്. അപ്പോൾ അതും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് വരും. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം കേട്ടോ. ഒരുപാട് മനോഹരമായിട്ടുണ്ട് നമ്മുടെ ഈ കടൽ തീരം. കിങ്കോങ്ങൊക്കെ കണ്ട, പിന്നെ ഗുണ കേവ്, യന്ത്രൂഞ്ഞാൽ, സകല സാധനങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് കറങ്ങിയടിച്ച് കണ്ടിട്ട് വരാം കേട്ടോ. വരും. അപ്പോൾ വരും ഗൈസ്, നമുക്ക് കടൽ തീരത്തേക്ക് പോകാം. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. വെയിലൂലിയ, നമ്മളെത്തിയ സമയം അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും കടലിൽ ഇറങ്ങാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു കാര്യമാണ് കടലിൽ ഇറങ്ങുക എന്നുള്ളത്. സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഡ്രസ്സൊന്നും കൈ പിടിച്ചിട്ടില്ല. എന്നാലും നല്ല ധൈര്യത്തോടെയാണ് നമ്മൾ ഇറങ്ങണത്. എന്തായാലും അതൊക്കെ ഉണങ്ങി കിട്ടുമെന്നുള്ളൊരു വിശ്വാസത്തോടെ കേട്ടോ. അപ്പം ഞാൻ ബാഗൊക്കെ ഊരി കൊടുത്ത് വേഗം ഇറങ്ങാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കടലിൽ കളിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഞങ്ങളുടെ ജെൻസി മിസ്സും വിജി മിസ്സും ഉണ്ട് കേട്ടോ. ദൃശ്യ മിസ് ഇറങ്ങിയില്ല. ദൃശ്യ മിസ്സാണ് വീഡിയോ എടുക്കണത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു എന്നിട്ട് ഞങ്ങൾ പിന്നെ ആസ്വദിച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ. ഡ്രസ്സ് നനയുന്നുള്ള ഒരു ടെൻഷനും അങ്ങനെ ഒന്നുമില്ല. നമുക്ക് നന്നായി ഇങ്ങനെ ആർമാദിക്കുക, ആഹ്ലാദിക്കുക, അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അപ്പം നമ്മളത് ഭംഗിയായിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. അങ്ങനെ തിരടിക്കുമ്പോൾ ഞങ്ങൾ ഫുള്ള് ഇങ്ങനെ നനഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്താ പറയുക, ആ വെള്ളത്തിൽ ഇങ്ങനെ കിടന്നുറങ്ങാൻ തോന്നും കേട്ടോ. കാരണം അത്ര രസമായിരുന്നു കേട്ടോ. നമുക്ക് കടൽ കണ്ടു കഴിഞ്ഞപ്പോൾ പ്രാന്താണല്ലോ. ഇങ്ങനെ എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ഇതാണ്, ഫീലാണ് കടലിൽ ഇങ്ങനെ കിടന്ന് ചാടി പറയാനൊക്കെ കേട്ടോ. ഭയങ്കര രസമാണത്. ചിരിച്ചൊരു പരിവായി ഉണ്ടായിരുന്നു കേട്ടോ. By your side when the sun sets. I hope you still want me. I hope you still need me a million years from now. അങ്ങനെ ഞങ്ങൾ നീണ്ട ആർഭാഗത്തിന് ശേഷം ഞങ്ങളതേ കയറിയിട്ടുണ്ട് കേട്ടോ. കയറി ഞങ്ങൾ ഉണങ്ങാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ടോയ്ലറ്റിൽ പോകേണ്ടവരൊക്കെ ടോയ്ലറ്റിൽ പോയിട്ടുണ്ട്, കൈയും കാലൊക്കെ കഴുകിയിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ വന്നത് ഒരു വണ്ടിയിൽ റൈഡിനാണ് കേട്ടോ. Keeps me high. അങ്ങനെ ഞങ്ങളുടെ റൈഡൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി സ്പോട്ട് തപ്പി നടക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളൊരു ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ചെറിയൊരു ഹോട്ടലായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് പേര് ഓർഡർ ചെയ്തത് ബിരിയാണി ആയിരുന്നു, ചിക്കൻ ബിരിയാണി. കുറച്ച് പേര് പൊറോട്ടയും മുട്ടക്കറിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ വന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളതൊക്കെ കഴിക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ബില്ലൊക്കെ പേ ചെയ്ത് നമ്മളവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് വീണ്ടും നമ്മൾ പോണത് ബീച്ചിലേക്ക് തന്നെയാണ് കേട്ടോ. ഇനി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം. ബാ. നമ്മൾ നടക്കണ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു മരം കണ്ടു കേട്ടോ. അത് മിജി മിസ്സിൻ്റെ ഐഡിയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലിരുന്ന് ഇങ്ങനെ ആടിക്കഴിഞ്ഞ് നല്ല രസമാവും എന്ന് പറഞ്ഞിട്ട് മിജി മിസ്സാണ് തുടക്കം കിട്ടുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ പിന്നെ അതിലിങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ. ശരിക്കും വേറൊരു ഫീലായിരുന്നു കേട്ടോ അത്. അങ്ങനെ ഒരു മരത്തുമങ്ങടാകുമ്പോൾ നമ്മൾ സീസോ കളിക്കില്ലേ, അതുപോലെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് ചിരിച്ച് ഭയങ്കരമായിട്ട് എന്താ പറയുക, സന്തോഷം തോന്നിയൊക്കെ ഒരു സമയമായിരുന്നു കേട്ടോ. ആ ഒരു ഭാഗം നല്ല രസമായിരുന്നു കേട്ടോ. കുറച്ച് അധികം സമയം നമ്മൾ ആ ഒരു മരത്തപ്പിയാണ് സ്പെൻഡ് ചെയ്തത് കേട്ടോ. അങ്ങനെ നമ്മൾ ആ മരത്തപ്പിരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നന്നായി എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല, അത്ര അടിപൊളിയായിരുന്നു. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ
നേരെ നടന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒരു ഊഞ്ഞാല ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ആ ഊഞ്ഞാലൊക്കെ ആടി വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ ഒരുപാട് സമയം പാട്ടൊക്കെ പാടിയിട്ടാണ് കേട്ടോ ഊഞ്ഞാലാടുന്നത്. അതൊക്കെ ഒരു നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളൊരു ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. അങ്ങനെ നമ്മളൊരു ഐസ്ക്രീം കട ലക്ഷ്യമാക്കിയിട്ട് ആ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഐസ്ക്രീം കടയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കോൺ ടോപ്പാണ് നമ്മൾ മേടിച്ചത് കേട്ടോ. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സ്പോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പുല്ലൊക്കെ ആയിട്ടുള്ള സ്പോട്ട് നമുക്കറിയാം. അഴീക്കോട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ അവിടെ ഇരുന്ന് നമ്മൾ ഐസ്ക്രീം കഴിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ മനോഹരമായ ഒരു ഗാനത്തിന് ശേഷം നമ്മൾ കസാല കളി കളിക്കുകയാണ് കേട്ടോ. മ്യൂസിക്കൽ ചെയ്യാം. അപ്പോൾ അത് നല്ലൊരു രസമായിരുന്നു കേട്ടോ. 4-5 കസാരയൊക്കെ പറക്കി നമ്മളത് കളി തുടങ്ങിയിട്ടാണ്. അപ്പോൾ നമ്മുടെ സെൻഡ് ഓഫ് ഇന്നത്തെ ഒരു ദിവസം അവസാനിക്കുകയാണ് കേട്ടോ. എത്ര ഒരു മനോഹരമായൊരു സംഭവങ്ങളൊന്നും അങ്ങനെ ഈ സ്കൂളിലെ കോളേജ് ലൈഫിലൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അടിപൊളിയായിരുന്നു. അത്ര നന്നായി ആസ്വദിച്ച് ഞങ്ങളെല്ലാവരും, ഒരാളല്ല എല്ലാവരും ആസ്വദിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഇറങ്ങാൻ നേരത്തെ ഒരു പൈനാപ്പിൾ ഉപ്പിലിട്ടത് മേടിച്ചില്ല എന്നുള്ള വിഷമമായിരുന്നു കേട്ടോ. അപ്പോൾ പുറത്ത് പോയപ്പോൾ നമ്മൾ ഉപ്പിലിട്ടതൊക്കെ വാങ്ങിയിട്ടുണ്ട്. നമുക്ക് 4-5-നാണ് ബസ് കേട്ടോ. നമ്മൾ ബസ് വന്നു കഴിഞ്ഞാൽ കയറും. ഈ ഒരു ദിവസങ്ങളൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പോൾ ജീവിതത്തിലൊരു നല്ല പാർട്ടാണ് കേട്ടോ അത്. റോയലിൽ പഠിച്ചിട്ട് എനിക്ക് കിട്ടിയ ഒരുപാട് സന്തോഷങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഇതും കൂടി അതിൻ്റെ ഉള്ളിൽ ചേർത്ത് വെക്കുകയാണ്. മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു. പിന്നെന്താണ്, അപ്പോൾ മിസ്സുമാർക്കാണ് താങ്ക്സ് പറയേണ്ടത്. അവർ നമ്മുടെ ഒപ്പം നിന്നു. അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ പോലെ തന്നെയാണ് അവരും. ഇത്ര ഒരു ഫ്രീഡം തന്നൊരു കോളേജ് ലൈഫ് ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു ബെസ്റ്റ് പാർട്ടാണ് റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള ബസ്സൊക്കെ കയറി വീട്ടിലേക്ക് വരാണ് കേട്ടോ. അതിനിടയ്ക്ക് നമ്മൾ റീലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലൂടെ ഞാൻ അറ്റാച്ച് ചെയ്ത് വെക്കാം കേട്ടോ അതെല്ലാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ ടാറ്റാ.